നമസ്തേ. ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഇന്നത്തെ ധർമ്മം നാളത്തെ അധർമ്മമായേക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ അത് ധർമ്മമാണെങ്കിൽ നാളത്തേത് അത് അധർമ്മമായേക്കാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അധർമ്മമാകുന്നത്? നമ്മുടെ പ്രവൃത്തി അധർമ്മമായാലും ധർമ്മമായാലും നമ്മളത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. എന്നാൽ ആ പ്രവൃത്തിയിൽ ഒരു ജീവിക്കും ഒരു ഉപദ്രവം ഏൽക്കാതെ നമ്മുടെ പ്രവൃത്തി എത്രമാത്രം ശക്തമാക്കി തീർക്കാൻ കഴിയുമോ, എത്രമാത്രം ഗംഭീരമാക്കി തീർക്കാൻ കഴിയുമോ അത്രമാത്രം ഗംഭീരമായി പ്രവർത്തിക്കുകയും അത്രമാത്രം ഉണർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ ഒരു സ്ഥിതിയെയാണ് നമ്മളിവിടെ കാണേണ്ടത് എന്നുള്ളതാണ്. അതുപക്ഷെ ഏത് സ്ഥിതിയിലാണെങ്കിലും ശരി, ഒരുപക്ഷെ ഇന്നത്തെ ധർമ്മം അത് നാളത്തെ അധർമ്മമായേക്കാം എന്ന് പറയുമ്പോൾ അതൊരു ശരിയായിരിക്കാം, അതൊരു തെറ്റായിരിക്കാം. പക്ഷേ ഈ ശരിയെയും തെറ്റിനെയുമെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് എത്രമാത്രം നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ, അതിനെയാണ് ഇവിടെ നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം എപ്പോഴാണ് ആകുന്നത്? അതൊരു പക്ഷേ അധർമ്മമോ ധർമ്മമോ എന്നതിലുപരി നമ്മൾ ശക്തമായി ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, ശക്തമായി നമ്മൾ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു ധർമ്മമായി തീരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ധർമ്മം അധർമ്മം എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരു പക്ഷേ നമുക്ക് അതിനെ വിവരിക്കാമെങ്കിലും, പക്ഷേ ധർമ്മം അത് ധർമ്മമായി തീരുന്നതും അധർമ്മം അത് അധർമ്മമായി തീരുന്നതും നമ്മൾ ഏത് രീതിയിലാണ് അതിനെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ധർമ്മം ആ ഒരു അധർമ്മം അതല്ലെങ്കിൽ ആ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എത്രമാത്രം കരുത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നുവോ അത്രമാത്രം ശക്തിയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന്. കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.